തിരുവനന്തപുരത്തെ കാര്യമെടുത്താൽ സെക്രട്ടേറിയറ്റിൽ വരുന്ന 3000-ഓളം ഉദ്യോഗസ്ഥരിലെ ഒരു 1000 പേരെങ്കിലും സ്വന്തം കാറുകളിലാണ് വരുന്നത്, അല്ലെങ്കിൽ ബൈക്കിലാണ് വരുന്നത്. അദ്ദേഹം എറണാകുളത്തെ കാര്യം പറഞ്ഞു. എറണാകുളത്തെ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ വരുന്ന 2000-ഓളം അഭിഭാഷകർ അവർ 2000 പേരും കാറിലാണ് വരുന്നത്. അപ്പോൾ ഈ സ്വകാര്യ ഗതാഗതം കൂടുതൽ മെച്ചപ്പെട്ടാൽ, ഓരോരുത്തർക്കും അവരുടെ വീടിനടുത്ത് സൗകര്യമായിട്ട് യാത്ര ചെയ്യാനായിട്ടൊരു ബസ് കിട്ടിയാൽ ആ ബസ്സിൽ യാത്ര ചെയ്യാൻ അവർക്ക് കഴിയുമെങ്കിൽ അവരെല്ലാം ഈ കാറും ഡ്രൈവ് ചെയ്തിട്ട് ഇത്രയും പെട്രോൾ ഡീസൽ വിലവർധന ഉയർന്നു നിൽക്കുന്ന സമയത്ത് അവർ യാത്ര ചെയ്യേണ്ട കാര്യമില്ല. അവർക്ക് സൗകര്യമായിട്ട് ബസ്സിൽ പോയി ബസ്സിൽ തിരിച്ചു വരാൻ, ഇഷ്ടമുള്ള സമയത്ത് പോയി ഇഷ്ടമുള്ള സമയത്ത് തിരിച്ചു വരാൻ കഴിയുന്ന വിധം ഉള്ള ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൻ്റെ സൂചനയാണെന്ന് മുഖ്യമന്ത്രി നൽകിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ബസ് ചാർജ്, സ്വകാര്യ ബസ്സുകൾക്ക് ബസ് ചാർജ് കൂട്ടി ചാർജ് ചെയ്യാനൊക്കെ ഇപ്പോൾ എല്ലാ ബസ്സുകൾക്കും ഒരേ ചാർജാണ്. അതിലൊക്കെ മാറ്റം വരുന്ന തരത്തിലുള്ള വലിയൊരു നയം മാറ്റം ഇതിനകത്ത് വേണ്ടി വരും. പക്ഷേ നമ്മുടെ ഗതാഗത സംവിധാനം മെച്ചപ്പെടണമെങ്കിൽ അങ്ങനെയുള്ള ചില ഡ്രാസ്റ്റിക് സ്റ്റെപ്പുകൾ എടുത്തേ പറ്റുള്ളൂ എന്നുള്ളത് കൂടിയാണ്. അപ്പം അതൊരു നല്ല സൂചനയാണ്, ഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തുക.